ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിലാഞ്ചിയും ഫാലും അങ്ങനെ ഒരു പലഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ലക്ഷദ്വീപുകാരുടെ സൽക്കാരങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പുതിയാപ്ല സൽക്കാരങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ലൈറ്റാണ് ഈ കിലാഞ്ചിയും ഫാലും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ലക്ഷദ്വീപുകാരുടെ തനത് വിഭവമായി കിലാഞ്ചി ഫാലും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. കിലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നെയ്ച്ചോറിൻ്റെ അരി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 3 മണിക്കൂർ കുതിർന്ന് കിട്ടാനായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക. 3 മണിക്കൂറിന് ശേഷം പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മുഴുവനും കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കിലാഞ്ചിയുടെ കൂടെ കഴിക്കാനുള്ള ഫാല് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയും 5 മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ഏലക്കയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുക. ഇത് അരിച്ചിട്ട് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ തേങ്ങാപ്പാൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് ദ്വീപിലെ ചക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ അടുത്ത് ദ്വീപിലെ ചക്കര ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കര ഉരുക്കിയിട്ട് അതാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 അച്ചു ശർക്കര ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഈ ശർക്കര നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കണം കേട്ടോ, കാരണം നമ്മളിതിൽ 1/4 കപ്പ് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ. നമ്മളിത് ചൂടാറിയിട്ട് അരിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇത് അരിക്കാൻ പറ്റൂല. ചൂടാറി കഴിഞ്ഞാൽ ഇത് കട്ടിയാകും. അപ്പോൾ നിങ്ങളിത് ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശർക്കരപ്പാനി തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച ചെറുപഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈസൂർ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴമോ ഞാലിപ്പൂവൻ പഴമോ അങ്ങനത്തെ ഏതെങ്കിലും ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ച ചെറുപഴം മുഴുവനും ഈ തേങ്ങാപ്പാലിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടോ, ചൂടാറി വന്നപ്പോൾ ഈ ശർക്കരപ്പാനി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് നേരം കൂടി ഇരുന്നാൽ ഒന്നുകൂടി കട്ടിയായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ ഈ ശർക്കര മുഴുവനും ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് മുഴുവനും ചേർത്ത് കൊടുത്തപ്പോഴാണ് ഈ തേങ്ങാപ്പാലിന് കറക്റ്റ് മധുരം കിട്ടിയത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ശർക്കര ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കിലാഞ്ചിയുടെ കൂടെ കഴിക്കാനുള്ള ഫാൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കിലാഞ്ചി റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്കിത് നല്ല പോലെ അരഞ്ഞു കിട്ടൂല. ഇപ്പം ഞാനിതിവിടെ തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക.
ഇപ്പം ഞാനിത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്റ്റൈനറിലിട്ട് അരിച്ചെടുക്കുക കേട്ടോ. എനിക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല. ഇത് നീർദോശ പോലെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമായതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 കപ്പ് പച്ചരിക്ക് 2 കപ്പ് വെള്ളവും 2 കോഴിമുട്ടയുമാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് കുറയരുത് കേട്ടോ. ഇതിലേക്ക് വെള്ളം കറക്റ്റ് അളവിൽ ഒഴിച്ച് കൊടുത്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ട ഇതുപോലെ വെള്ളം പോലെയാണ് കേട്ടോ ഈ മാവ് ഇരിക്കേണ്ടത്. ഇതുപോലെ ആയാലേ നമുക്ക് കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് കിലാഞ്ചി ചുട്ടെടുക്കാം. ട്രഡീഷണലായിട്ട് അവരിത് വിറകടുപ്പിൽ വെച്ചിട്ട് ഉരുളിയിലൊക്കെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളുടെ അടുത്ത് ഉരുളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. പാന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 തവി മാവ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും മാവ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇളകി വരും. ഇതിങ്ങനെ ഇളകി വന്നാൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ നൈസായിട്ട് നമ്മൾ തൂവാല പോലെ എന്നൊക്കെ പറയൂലേ, അതുപോലെ വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് ഇത് ചുട്ടെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് പിന്നെ 2എണ്ണം അങ്ങോട്ട് ചുട്ടെടുക്കുമ്പോഴേക്കും അതോട് ശരിയായിക്കോളൂ കേട്ടോ. ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിച്ചിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കിലാഞ്ചി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. കിലാഞ്ചിയുടെ കൂടെ കഴിക്കാൻ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഫാല് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഈ മധുരമുള്ള ഫാല് കിലാഞ്ചിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇതിങ്ങനെ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പത്തിരിയേക്കാളും നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിലേക്ക് മധുരം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മധുരം ചേർക്കാതെയും ഇത് ഉണ്ടാക്കാം കേട്ടോ. തേങ്ങാപ്പാലും പഴവും മാത്രമായാലും ഇത് ടേസ്റ്റ് ഉണ്ടാവും. ലക്ഷദ്വീപുകാരുടെ ഈ കിലാഞ്ചിയും ഫാലും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.